സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ നേതൃത്വത്തിൽ മണഞ്ചേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ നടക്കുന്ന ധർണയുടെ ഭാഗമായാണ് മണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും കൂട്ടധർണയും സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ജില്ലാ ട്രഷറർ എം മുഹമ്മദ് യൂനുസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ആർ ലക്ഷ്മണൻ, സെക്രട്ടറി വി എം ജയമോഹൻ എന്നിവർ നേതൃത്വം നൽകി. സാമ്പത്തിക പ്രതിസന്ധി ശരി, സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി അതുമായി യോജിച്ചു പോകാൻ ബാധ്യസ്ഥരാണ് ഉദ്യോഗസ്ഥർ പെൻഷൻകാരും എന്നുള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ ക്ഷമിച്ചു പോയി. 21 കഴിഞ്ഞു, 22 കഴിഞ്ഞു, 23 കഴിഞ്ഞു, 24 മാർച്ചിന് മുമ്പ് തരുമെന്ന് പറഞ്ഞു. സമയബന്ധിതമായി ഇതൊന്നും തരുന്നില്ല. 4 ഗഡുക്കളായി തരുമെന്ന് പറഞ്ഞ പെൻഷൻ കുടിശ്ശികയിൽ 3 ഗഡുക്കൾ തന്നിട്ട് ഒരെണ്ണം ഇപ്പോഴും തരാനുണ്ട്. വർഷം 5ആയി. DA കുടിശ്ശികയിൽ 4 എണ്ണത്തിൽ 2 തന്നു, 2 എണ്ണം ഇപ്പോഴും തരാനുണ്ട്. ഇതിങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. 2021 ഉത്തരവിറങ്ങുന്നത്. ആ 2021 ഫെബ്രുവരി 20 ഉത്തരവിറങ്ങിയെങ്കിൽ ഇപ്പൊ 2024 ഡിസംബർ ആകുമ്പോൾ ഇത്രയും കാലത്തിനുള്ളിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞ പെൻഷൻകാരുടെ എണ്ണം 1.25 ലക്ഷത്തിലധികമാണ് എന്ന് സർക്കാർ മനസ്സിലാക്കണം. ഇത് വാങ്ങി, ഈ കുടിശ്ശിക വാങ്ങി ഭക്ഷണം കഴിച്ചും മരുന്ന് വാങ്ങുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അവന്റെ നിത്യ ചെലവുകൾക്കുള്ള പൈസ അതവർക്ക് അനുഭവിക്കുവാൻ കഴിയില്ല. എനിക്ക് അവകാശപ്പെട്ട ആനുകൂല്യം അനുഭവിക്കുവാൻ കഴിയില്ല. ഈ പെൻഷൻ എന്ന് പറയുന്നത് ഔദാര്യമല്ല, അവകാശമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. എന്തുകൊണ്ടാണ്? കേരള സർവീസിൽ കയറുന്ന കേരള സർവീസ് ജീവനക്കാർക്ക്, സംസ്ഥാന ജീവനക്കാരെ സംബന്ധിച്ചോളം അവർക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളമല്ല നൽകുന്നത്.